Check whether each of the sequences given below are arithmetic sequences. Give reason also. Find the common differences of the arithmetic sequences. അതായത് താഴെ തന്നിട്ടുള്ള കുറച്ച് സീക്വൻസുകൾ അത് അരിത്തമാറ്റിക് സീക്വൻസസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4 ആണ് അല്ലേ. ആ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന സീക്വൻസ് അല്ലേ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പേഴ്സാണ് അല്ലേ. കാരണം 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെ പറയാം? മൾട്ടിപ്പിൾസ് ഓഫ് 4 പ്ലസ് 1 അല്ലേ. അതായത് ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ മൾട്ടിപ്പിൾസ് ഓഫ് 4 പ്ലസ് 1 എന്ന നമ്പേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് എന്തായി പോകും? ഡിവൈഡ് ആയിട്ട് കോഷ്യൻ്റ് ആയിട്ട് പോകും. പക്ഷേ ഈ പ്ലസ് 1 ഇല്ലേ, ആഡ് ചെയ്ത 1 അത് റിമൈൻഡർ ആയിട്ടിരിക്കും അല്ലേ. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് എന്താണ്? നമുക്കറിയാം 4 × 0, 4 × 1, 4 × 2, 4 × 3, 4 × 4, 4 × 4 ഇതാണ് 4ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം. 4ൻ്റെ 0 എന്താണ്? 0. 4 × 1 4, 4 × 2 8 ആണ്, 4 × 3 12 അങ്ങനെ പോകും അല്ലേ. അതിൻ്റെ കൂടെയൊക്കെ 1 ആഡ് ചെയ്യുക. അപ്പോൾ 0 + 1, 4 + 1, 8 + 1, 12 + 1 ഇതൊക്കെയാണ് ആ സീക്വൻസ്. 0 + 1 1 ആണ്, 4 + 1 എന്ന് വെച്ചാൽ 5 ആണ്, 8 + 1 9 ആണ്, 12 + 1 13. അപ്പോൾ ഇതാണ് സീക്വൻസ് അല്ലേ. ഈ സീക്വൻസ് എന്താണ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നമുക്ക് ചെക്ക് ഇത് നോക്കാം. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ അടുത്തടുത്തുള്ള ടേംസ് ആണ് 1ഉം 5ഉം. അപ്പോൾ 1ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 5 - 1. 5 - 1 എന്താ? 4 ആണ് അല്ലേ. അപ്പോൾ 1ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 5 കിട്ടുക. 5ൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ 9 കിട്ടും. 5 + 4 9 ആണ് അല്ലേ. 9 + 4 എന്താണ്? 13 ആണ് അല്ലേ. അപ്പോൾ അടുത്തടുത്തുള്ള നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 4 ആണ് അല്ലേ. അപ്പോൾ എന്താണ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് അത് 4 ആണെന്ന് കണ്ടല്ലോ. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ്? 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 4. ഇനി അടുത്ത സീക്വൻസ് നോക്കാം. രണ്ടാമത്തെ സീക്വൻസ് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. അപ്പോൾ അത് ഏതൊക്കെയാണ് നമ്പേഴ്സ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന നമ്പേഴ്സ് എന്താ? 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പേഴ്സ് അല്ലേ. കാരണം എന്താ? 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് ഡിവൈഡ് ആയി പോകും, കോഷ്യൻ്റ് ആയിട്ട് പോകും. പക്ഷേ 1 ആഡ് ചെയ്ത 1 റിമൈൻഡർ ആയിട്ടിരിക്കും. അതേപോലെ റിമൈൻഡർ 2 കിട്ടണമെങ്കിൽ എന്ത് വരണം? ആ നമ്പേഴ്സ് എന്തായിരിക്കും? 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 2 ആഡ് ചെയ്ത നമ്പേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 4 + 1ഉം മൾട്ടിപ്പിൾ ഓഫ് 4 + 2 ആണ് ആ നമ്പേഴ്സ്. 4ൻ്റെ മൾട്ടിപ്പിൾസ് നമുക്കറിയാലോ എന്തൊക്കെയാണ്? 4 × 0, 4 × 2, 4 × 1, 4 × 2, 4 × 3, 4 × 4 ഇതൊക്കെയാണ് 4ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ. അപ്പോൾ അവയുടെ കൂടെയൊക്കെ എന്ത് ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യുക, 2 ആഡ് ചെയ്യുക. അപ്പോൾ 4ൻ്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 4 × 0 0 ആണ്. അപ്പോൾ 0ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, പിന്നെ 0ൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യുക? 2 ആഡ് ചെയ്യുക. ഇനി അടുത്ത മൾട്ടിപ്പിൾ എന്താ? 4 × 1 അത് 4 തന്നെയാണ്. അപ്പോൾ 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, പിന്നെ 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക. ഇനി 4ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എന്താ? 4 × 2 അത് 8 ആണ്. അപ്പോൾ 8 + 1 8 + 2 ഇതാണ് സീക്വൻസ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമ്പേഴ്സ് നോക്കാം. 0 + 1 1 ആണ്, 0 + 2 2 ആണ്, 4 + 1 5, 4 + 2 6, 8 + 1 9, 8 + 2 10 എക്സെട്ര. ഇതാണ് സീക്വൻസ്. അപ്പോൾ ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണോ എന്ന് നോക്കാം. അപ്പോൾ 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 2 - 1 അത് 1 ആണല്ലേ.
അപ്പോൾ 1 ആണ്. 2ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 5 - 2 അത് 3 ആണല്ലേ. അപ്പോൾ അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് 1ഉം ഒന്ന് 3ഉം ആണ്, സെയിം അല്ല. അപ്പോൾ ഇത് എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. തേർഡ് സീക്വൻസ് എന്താണ്? സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ഏതാണ്? 1 2 3 4 5 6 അതാണ് അല്ലേ. അപ്പോൾ അവയുടെ സ്ക്വയേഴ്സ് ആണ്. അതായത് 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ എക്സെട്ര. ഇതൊക്കെയാണ് നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 ആണ്, 2 സ്ക്വയർ എന്ന് വെച്ചാൽ 2 × 2 അത് 4 ആണ്, 3 സ്ക്വയർ എന്ന് വെച്ചാൽ 3 × 3 അത് 9 ആണ്, 4 സ്ക്വയർ എന്ന് വെച്ചാൽ 4 × 4 അത് 16 ആണ് എക്സെട്ര. അപ്പോൾ ഇതാണ് സീക്വൻസ്. ഏത്? 1 4 9 16. ഇനി ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണോ എന്ന് നോക്കണം. അപ്പോൾ അടുത്തടുത്തുള്ള ടേംസ് ആണ് 1ഉം 4ഉം. അവയുടെ ഡിഫറൻസ് എന്താ? 4 - 1 അതെന്താ? 3 ആണല്ലേ. അപ്പോൾ ഇവയുടെ ഡിഫറൻസ് 3 ആണ്. ഇനി 4ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 9 - 4 അത് 5 ആണല്ലേ. അപ്പോൾ ഡിഫറൻസസുകൾ ഏതൊക്കെയാണ്? 3 5 സെയിം അല്ല. സെയിം നമ്പേഴ്സ് വന്നാലേ അരിത്തമെറ്റിക് സീക്വൻസ് ആവുള്ളൂ. അപ്പോൾ നമുക്കെന്ത് പറയാം? ദിസ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, ഇനി ഫോർത്ത് സീക്വൻസ് ഏതാണ്? റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. റെസിപ്രോക്കൽസ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ. ഇപ്പോൾ 2ൻ്റെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ എന്താ? 1/2 ആണ്. 3യുടെ റെസിപ്രോക്കൽ 1/3 അല്ലേ. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽസ് ഏതൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ 1 2 3 അല്ലേ. അപ്പോൾ 1ൻ്റെ റെസിപ്രോക്കൽ 1/1 അത് 1/1. അടുത്തതോ 2ൻ്റെ റെസിപ്രോക്കൽ 1/2, 3യുടെ റെസിപ്രോക്കൽ 1/3, 4ൻ്റെ റെസിപ്രോക്കൽ 1/4 എക്സെട്ര. ഇതാണ് ആ സീക്വൻസ്. അപ്പോൾ ഇനി ഇതെന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ 1/1ഉം 1/2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 1/2 - 1/1 അതെന്താ? 1 × 1 1 × 1 1 ആണ്, മൈനസ് 2 × 1 അത് 2 ആണ്, ബൈ ഈ 2 × 1 2 ആണ് അല്ലേ. അപ്പോൾ 1 - 2 എന്താ? -1 ആണ്, ബൈ 2 -1/2 ആണ്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് -1/2 ആണ്. ഇനി 1/2ഉം 1/3ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അതായത് 1/3 - 1/2 അതെന്താണ്? ആദ്യം 1 × 2 അത് 2 ആണ്, മൈനസ് നടുക്കുള്ള സൈന് മൈനസ്, പിന്നെ 3 × 1 അത് 3 ആണ്, ബൈ ഈ 3 × 2 അത് 6 ആണല്ലേ. അപ്പോൾ 3 × 2 6 ആണല്ലോ. അപ്പോൾ 2 - 3 എന്താ? -1 ആണ്, ബൈ 6. അപ്പോൾ -1/6 ആണ് ഡിഫറൻസ്. ഈ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് -1/6 ആണ്. അപ്പോൾ ഇത് സെയിം ആണോ? ഒരു ഡിഫറൻസ് -1/2ഉം അടുത്ത ഡിഫറൻസ് -1/6ഉം ആണ്. അപ്പോൾ അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസുകൾ സെയിം അല്ല. അതുകൊണ്ട് ഇതെന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. പവേഴ്സ് ഓഫ് 2. 2ൻ്റെ പവേഴ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം 2 2 2 1 2 2 2 3 2 4 എക്സെട്ര. ഇതൊക്കെയാണ് 2ൻ്റെ പവേഴ്സ്. 2 എന്ന് വെച്ചാൽ 1 ആണ്, കാരണം ഏതൊരു നമ്പർ 0 എന്ന് വെച്ചാൽ അത് 1 ആണ്. 2 എന്ന് വെച്ചാൽ 2 ആണ്. 2 എന്ന് വെച്ചാൽ 2 × 2 അത് 4 ആണ്. 2 എന്ന് വെച്ചാൽ 2 × 2 × 2 അത് 8 ആണ്. 2 എന്ന് വെച്ചാൽ 2 × 2 × 2 × 2 അല്ലേ. 2ന് 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക, അത് എത്രയാണ്? 16 ആണ് എക്സെട്ര. ഇനി ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ 1 2ഉം അടുത്തടുത്തുള്ള രണ്ട് ടേംസ് ആണ്. അപ്പോൾ അവയുടെ ഡിഫറൻസ് എന്താ? 2 - 1 2 - 1 1 ആണ് അല്ലേ. ഇനി 2ഉം 4ഉം അടുത്തടുത്തുള്ള രണ്ട് ടേംസ് ആണ്. അവയുടെ ഡിഫറൻസ് എന്താണ്? 2ഉം 4ൻ്റെ ഡിഫറൻസ് ആണ് 4 - 2 അത് 2 ആണല്ലേ. അപ്പോൾ എന്താണ്? ഈ ഡിഫറൻസുകൾ സെയിം ആണോ? അല്ല. ഒന്ന് 1 ഒന്ന് 2 ആണ്, സെയിം നമ്പേഴ്സ് അല്ല. അപ്പോൾ ഇതെന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. നമുക്കെന്ത് പറയാം? ദിസ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്.
ഓക്കെ, ഇനി സിക്സ്ത് സീക്വൻസ് ഏതാണ്? ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം 1, 3, 5, 7 എക്സെട്ര. അപ്പോൾ അവയുടെ ഹാഫ് എന്ന് പറയുമ്പോൾ 1ൻ്റെ ഹാഫ് 1/2, 3യുടെ ഹാഫ് 3/2, 5ൻ്റെ ഹാഫ് 5/2, 7ൻ്റെ ഹാഫ് 7/2 എക്സെട്ര. ഇതൊക്കെയാണ് അല്ലേ. ഇനി ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ 1/2 3/2 തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 3/2 മൈനസ് 1/2 ആണ് അല്ലേ. അതെന്താണ്? അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും 3/2ൻ്റെയും 1/2ൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൈനസ് ചെയ്തിട്ട് സെയിം ഡിനോമിനേറ്റർ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. ന്യൂമറേറ്ററിൽ എന്താ 3 - 1 ആണ്. അപ്പോൾ 3 - 1 ബൈ സെയിം ഡിനോമിനേറ്റർ 2. 3 - 1 2 അല്ലേ. അപ്പോൾ 2/2 അതെന്താ 1 ആണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. ഓക്കെ, ഇനി 3/2 5/2 തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതായത് 5/2 മൈനസ് 3/2. അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷനും, അതായത് 5/2 എന്ന ഫ്രാക്ഷനും 3/2 എന്ന ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ, 2 ആണ്. അതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സെയിം ഡിനോമിനേറ്റർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്താ 5 - 3 ആണ് ബൈ സെയിം ഡിനോമിനേറ്റർ 2. 5 - 3 എത്ര 2 അല്ലേ. അപ്പോൾ 2/2 അതും 1 ആണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ 1 ആണ്. ഇനി അടുത്ത ടേംസ് ആണ് 5/2 7/2. അടുത്തടുത്തുള്ള ടേംസ് ആണ്. അവയുടെ ഡിഫറൻസ് എന്താണ്? 7/2 മൈനസ് 5/2. അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും 7/2 5/2 എന്നീ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്, സെയിം നമ്പറാണ്, 2 ആണ്. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സെയിം ഡിനോമിനേറ്റർ ഇട്ട് കൊടുത്താൽ മതി. ന്യൂമറേറ്റേഴ്സ് ഏതൊക്കെയാണ്? 7ഉം -5 അല്ലേ. അപ്പോൾ 7 - 5/2 സെയിം ഡിനോമിനേറ്റർ 2. 7 - 5 2 ആണ്, 2/2. അപ്പോൾ എന്താണ് 1. അപ്പോൾ എല്ലാത്തിൻ്റെയും അഡ്ജസൻറ്റ് ടേംസ്, അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്, അത് 1 ആണെന്ന് കണ്ടല്ലോ. അപ്പോൾ ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 1. See these pictures. How many small squares are there in each picture? അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്? 1 2 സ്മോൾ സ്ക്വയേഴ്സ് ആണുള്ളത് അല്ലേ. അപ്പോൾ 2. സെക്കൻഡ് പിക്ചറിലോ 1 2 3 4 ഉണ്ടല്ലേ. അപ്പോൾ 4. തേർഡ് പിക്ചറിൽ 1 2 3 4 5 6. ഫോർത്ത് പിക്ചറിൽ 1 2 3 4 5 6 7 8 സ്മോൾ സ്ക്വയേഴ്സ് ആണ് ഉള്ളത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? ലാർജ് സ്ക്വയേഴ്സ് എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ ലാർജ് സ്ക്വയേഴ്സ് ഇല്ല, അപ്പോൾ 0. സെക്കൻഡ് പിക്ചറിൽ എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്? ഫിഗർ കണ്ടാൽ മനസ്സിലാകും. ഇങ്ങനെ ഒരു ലാർജ് സ്ക്വയർ ആണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് 1 എന്ന് എഴുതാം. തേർഡ് പിക്ചറിൽ എത്ര ലാർജ് സ്ക്വയർ ഉണ്ട്? ഇങ്ങനെ ഒരു ലാർജ് സ്ക്വയർ ഉണ്ട്, പിന്നെ ഇങ്ങനെ ഒരു ലാർജ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 2 ലാർജ് സ്ക്വയർ ആണുള്ളത്. അപ്പോൾ 2. ഇനി ഫോർത്ത് പിക്ചറിൽ എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്? ഇങ്ങനെ ഒരു ലാർജ് സ്ക്വയർ ഉണ്ട്, പിന്നെ ഇങ്ങനെ ഒരു ലാർജ് സ്ക്വയർ ഉണ്ട്, പിന്നെ ഇങ്ങനെ ഒരു ലാർജ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 3 ലാർജ് സ്ക്വയർ ആണുള്ളത്. അപ്പോൾ 3. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഈച്ച് പിക്ചർ? അതായത് ഓരോ പിക്ചറിലും എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ 2 സ്മോൾ സ്ക്വയേഴ്സ് മാത്രമേ ഉള്ളൂ, അപ്പോൾ 2. സെക്കൻഡ് പിക്ചറിൽ എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്? 4 സ്മോൾ സ്ക്വയേഴ്സും പിന്നെ ഒരു ലാർജ് സ്ക്വയറാണ്. അപ്പോൾ 4 + 1 5 ആണ് അല്ലേ. ഇനി തേർഡ് പിക്ചറിലോ എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്? 6 സ്മോൾ സ്ക്വയേഴ്സും ലാർജ് സ്ക്വയേഴ്സ് 2 ആണ്. അപ്പോൾ 6 + 2 8 ആണല്ലേ.
ഇനി ഫോർത്ത് പിക്ചറിലോ എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്? 8 സ്മോൾ സ്ക്വയേഴ്സും 3 ലാർജ് സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ 8 + 3 11 സ്ക്വയേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, ഇഫ് വി കണ്ടിന്യൂ ദ പാറ്റേൺ ഓഫ് പിക്ചേഴ്സ് ആർ ദ സീക്വൻസ് എബോവ് അരിത്മെറ്റിക് സീക്വൻസ്. അതായത് ഇനിയും ഇതേപോലെ ഇതിൻ്റെ പിക്ചേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ 2 4 6 8 0 1 2 3 2 5 8 11 എന്നീ പാറ്റേൺസ് ഒക്കെ എന്താണ്? അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അരിത്മെറ്റിക് സീക്വൻസ് ആണ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണെന്ന് നോക്കണം. അപ്പോൾ ആദ്യത്തെ പാറ്റേൺ 2 4 6 8 ആണ്. അപ്പോൾ അതിൽ 2ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 4 - 2, അത് 2 ആണ്. ഇനി 4ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 6 - 4, അത് 2 ആണ്. ഇനി 6ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 8 - 6, അതും 2 ആണ്. അപ്പോൾ ഈ പാറ്റേണിൽ അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സെയിം നമ്പറാണ്, 2 തന്നെയാണ് എല്ലാത്തിലും. അപ്പോൾ നമുക്കെന്ത് പറയാം? ദിസ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത പാറ്റേൺ എന്താ? 0 1 2 3. അപ്പോൾ അതിൽ അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ 0ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 1 - 0 1 ആണ്. 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 - 1, അത് 1 ആണ്. ഇനി 3ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 - 2, അതും 1 ആണ് അല്ലേ? അപ്പോൾ ഇതിനും അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണ്. അതുകൊണ്ട് നമുക്കെന്ത് പറയാം? ദിസ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇനി അടുത്ത പാറ്റേൺ 2 5 8 11 ആണ്. അപ്പോൾ ഇതിൽ അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ 2ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 5 - 2, അത് 3 ആണ്. ഇനി 5ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 8 - 5, അത് 3 ആണ്. ഇനി 8ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് 11 - 8, അതും 3 ആണ് അല്ലേ? അപ്പോൾ ഇതിലൊക്കെ അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണ്. അതുകൊണ്ട് നമുക്കെന്ത് പറയാം? ദിസ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. In the picture below, the perpendiculars drawn from the bottom line are equally spaced. Show that the sequence of heights of the perpendiculars on continuing this form an arithmetic sequence. Draw perpendiculars from top of each perpendicular to the next perpendicular. അതായത് താഴെ ഫിഗറിൽ താഴെയുള്ള ലൈനിൽ നിന്നും മേലെയുള്ള ലൈനിലേക്ക് പെർപെൻഡിക്കുലേഴ്സ് വരച്ചിട്ടുണ്ട്. ഈ പെർപെൻഡിക്കുലേഴ്സ് ഈക്വലി സ്പേസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. പെർപെൻഡിക്കുലേഴ്സ് തമ്മിലുള്ള, അതായത് ഈ റെഡ് ലൈൻസ് തമ്മിലുള്ള സ്പേസ് ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലേഴ്സിൻ്റെ ഹൈറ്റ് ഒരു അരിത്മെറ്റിക് സീക്വൻസിലാണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ഹിൻറ്റ് വന്നിട്ടുണ്ട്. എന്താണ് ഹിൻറ്റ്? ഓരോ പെർപെൻഡിക്കുലറിൻ്റെയും ടോപ്പിൽ നിന്നും അടുത്ത പെർപെൻഡിക്കുലറിലേക്ക് ഓരോ പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആ പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം. അപ്പോൾ ആദ്യത്തെ പെർപെൻഡിക്കുലറിൽ നിന്നും അടുത്ത ഇതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ച്, ഓക്കെ, അതേപോലെ അടുത്ത പെർപെൻഡിക്കുലർ റെഡ് പെർപെൻഡിക്കുലറിൽ നിന്നും അടുത്ത പെർപെൻഡിക്കുലറിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇനി അടുത്ത പെർപെൻഡിക്കുലറിൽ നിന്നും അടുത്ത പെർപെൻഡിക്കുലറിലേക്ക് ഒരു ലൈൻ പെർപെൻഡിക്കുലർ വരയ്ക്കാം. അതേപോലെ ഈ പെർപെൻഡിക്കുലറിൻ്റെ ടോപ്പിൽ നിന്നും അടുത്ത പെർപെൻഡിക്കുലറിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചു? ഒരുപാട് ട്രയാങ്കിൾസ് ഫോം ചെയ്തു അല്ലേ? ആ ട്രയാങ്കിൾസ് ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഇങ്ങനൊരു ട്രയാങ്കിളുണ്ട്, ഇങ്ങനൊരു ട്രയാങ്കിളുണ്ട്, ഇങ്ങനൊരു ട്രയാങ്കിളുണ്ട്, ഇങ്ങനൊരു ട്രയാങ്കിളുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ 4 ട്രയാങ്കിൾസ് ഉണ്ട്. ഈ 4 ട്രയാങ്കിൾസിൻ്റെ താഴെയുള്ള സൈഡ്സ് ഒക്കെ ഇല്ലേ? താഴെയുള്ള സൈഡൊക്കെ എന്താണ്? ഈക്വൽ ആണ് അല്ലേ? ഈ ഡിസ്റ്റൻസുകളൊക്കെ സെയിം ആണ്. കാരണം എന്താണ്? ഈ പെർപെൻഡിക്കുലേഴ്സ് തമ്മിലുള്ള, അതായത് ഈ റെഡ് ലൈൻസ് ഇല്ലേ, അവ തമ്മിലുള്ള സ്പേസ് ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈക്വലി സ്പേസ്ഡ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈക്വൽ ആണ്. അപ്പോൾ ആദ്യം നമുക്കിതിനെ ABCD എന്ന് നെയിം ചെയ്യാം. ആദ്യത്തെ പെർപെൻഡിക്കുലറിന് AB എന്നും, രണ്ടാമത്തെ പെർപെൻഡിക്കുലറിന് CD, അടുത്തത് EF, അടുത്തത് GH, IJ എന്ന് നെയിം ചെയ്യാം. പിന്നെ ഈ നമ്മൾ രണ്ടാമത് വരച്ച പെർപെൻഡിക്കുലേഴ്സ് മീറ്റ് ചെയ്യുന്നത് PQRS എന്ന് നെയിം ചെയ്യാം.
ക്യു ആർ എസ്. ഓക്കെ, അപ്പോൾ ഈ എ പി സി ക്യു ഇ ആർ ജി എസ് ഒക്കെ എന്താണ്, ഈക്വൽ ആണ്. കാരണം പെർപെൻഡിക്കുലേഴ്സ് ഈക്വലി സ്പേസ്ഡ് ആണെന്ന് തന്നിട്ടുണ്ട്, അതായത് ഇവ തമ്മിലുള്ള സ്പേസുകൾ ഈക്വൽ ആണ്. അപ്പോൾ നമുക്കെന്ത് പറയാം, എ പി ഇസ് ഈക്വൽ ടു സി ക്യു ഇസ് ഈക്വൽ ടു ഇ ആർ ഇസ് ഈക്വൽ ടു ജി എസ്. ഓക്കെ, അതേപോലെ ആംഗിൾ സി പി എ, ആംഗിൾ ഇ ക്യു സി, ആംഗിൾ ജി ആർ ഇ, ആംഗിൾ ഐ എസ് ടി, ഇതൊക്കെ എന്താണ് 90 ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടു. കാരണം ഇതൊക്കെ പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുമ്പോൾ ഉള്ള ഫോം ചെയ്യുന്ന ആംഗിൾസ് ആണല്ലോ, അപ്പോൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് അതെഴുതാം. ഇനി വേറെ ആംഗിൾസ് ഉണ്ട്. ഞാൻ ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾസ് ഉണ്ട്. ഈ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണ്. കാരണം എന്താണ്, അവ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലേ. അത് പാരലൽ ലൈൻസ് ആണ്. എ പി സി ക്യു ഇ ആർ ജി എസ് എന്നൊക്കെ പറഞ്ഞ പാരലൽ ലൈൻസ് ആണ് അല്ലേ. നോക്കൂ, ഇങ്ങനെയുള്ള പാരലൽ ലൈൻസ് ആണ്. ആ പാരലൽ ലൈനിനെ മറ്റൊരു ലൈന് കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും, ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. കാരണം കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലേ. അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾസ്, ആംഗിൾ സി എ പി, ആംഗിൾ ഇ സി ക്യു, ആംഗിൾ ജി ഇ ആർ, ആംഗിൾ ഐ ജി എസ്, ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾസ് ഒക്കെ എന്താണ്, സെയിം ആയിരിക്കും. കാരണം അവ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ 4 ട്രയാങ്കിൾസിൻ്റെയും ഓരോ സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ. എ പി സി ക്യു ഇ ആർ ജി എസ് എന്നീ സൈഡ്സ് ഈക്വൽ ആണ്. ആ സൈഡ്സിൻ്റെ ഒക്കെ അറ്റത്തുള്ള രണ്ടറ്റത്തുള്ള ആംഗിൾസ് അല്ലേ, ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾസും പിന്നെ ഈ 90 ഡിഗ്രി വരുന്ന ആംഗിൾസൊക്കെ എന്താ പരസ്പരം ഈക്വൽ ആണ്. അപ്പോൾ ഈ 4 ട്രയാങ്കിൾസും എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 ട്രയാങ്കിൾസിൻ്റെ ഓരോ സൈഡ്സും ആ സൈഡ്സിൻ്റെ അറ്റത്ത് വരുന്ന ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ, സെയിം ആണെങ്കിൽ ആ 2 ട്രയാങ്കിൾസും എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ തന്നിട്ടുള്ള 4 ട്രയാങ്കിൾസും എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. വൺ സൈഡ് ആൻഡ് 2 angles at its ends of triangle CAP, triangle ECQ, triangle GER, triangle IGS are equal. So these triangles are equal triangles. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസിന് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ. ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ എല്ലാ സൈഡ്സും പരസ്പരം ഈക്വൽ ആയിരിക്കും അല്ലേ. ഏതൊക്കെ സൈഡ്സ് ആയിരിക്കും ഈക്വൽ ആയിട്ടുണ്ടാവുക, ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് അല്ലേ. അപ്പോൾ ഈ 4 ട്രയാങ്കിൾസിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആണ് ആംഗിൾ സി എ പി, ആംഗിൾ ഇ സി ക്യു. ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണ്. അപ്പോൾ ഈ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സി എ പിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് സി പിയും പിന്നെ ഇ സി ക്യുവിന് ഓപ്പോസിറ്റുള്ള ആംഗിളാണ് സൈഡാണ് ഇ ക്യു. അപ്പോൾ ഇ ക്യുവും അതേപോലെ ഈ ബ്ലൂ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡാണ് ജി ആർ, അതേപോലെ ഈ ബ്ലൂ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡാണ് ഐ എസ്. അപ്പോൾ ഈ സൈഡ്സൊക്കെ എന്താ ഈക്വൽ ആയിരിക്കും അല്ലേ. ഇത് ഞാൻ ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള സൈഡ്സ് ഒക്കെ അല്ലേ, അതൊക്കെ എന്താണ്, ഈക്വൽ ആണ്. കാരണം എന്താവുക, ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആണ് ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾസ്, അവയ്ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്സ് ആണ്, അതുകൊണ്ട് അവ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സോ സി പി ഇസിക്കൽ ടു ഇ ക്യു ഇസിക്കൽ ടു ജി ആർ ഇസിക്കൽ ടു ഐ എസ്. കാരണം എന്താണ്, സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ ഈ സി പിയും ഇ ക്യൂയും ജി ആറും ഐ എസ് ഒക്കെ എന്താണ്, ഈക്വൽ ആണെന്ന് കണ്ട് അത് നമുക്ക് എന്തായിട്ട് എടുക്കാം, എക്സ് ആയിട്ട് എടുക്കാം. ഈസിക്കൽ ടു എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഈസിക്കൽ ടു എക്സ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എ ബിയും സി ഡിയും ഇ എഫും ജി എച്ചും ഐ ജെയും എന്താണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ ഓക്കെ ഇസിക്കൽ ടു എന്താണ്, എ ബി. എ ബി എന്ന് പറഞ്ഞാൽ എ ബി തന്നെയാണ്. സി ഡി എന്ന് പറഞ്ഞാലോ, എ ബി എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ അല്ലേ, അത്രയും പോർഷൻ തന്നെയാണ് പി ഡി അല്ലേ. അപ്പോൾ എ ബി പി ഡി ഈക്വൽ ആണ്, കാരണം ഇതൊരു റെക്റ്റാങ്കിൾ ആണല്ലോ. എ ബി ഡി പി എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് എ ബിയും പി ഡിയും. അപ്പോൾ സി ഡി എന്ന് പറയുന്നത് പി ഡി പ്ലസ് സി പി ആണ്, പി ഡി എന്ന് പറയുന്നത് എ ബി തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എ ബി പ്ലസ്
CP അല്ലെങ്കിൽ എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, എന്താ പറയുക, AB പ്ലസ് എക്സ്. അപ്പം നമുക്ക് CD പകരം AB പ്ലസ് എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി EF എന്ന് പറയുന്നത് എന്താണ്? ഈ QF പ്ലസ് EQ ആണ് അല്ലേ. EQ എന്ന് പറയുന്നത് എക്സ് ആണെന്ന് കണ്ട്. അപ്പോൾ QF എന്ന് പറഞ്ഞാൽ CD ആണ് അല്ലേ. അപ്പോൾ CD എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടല്ലോ AB പ്ലസ് എക്സ് ആണെന്ന് കണ്ട് അല്ലേ. അപ്പോൾ AB പ്ലസ് എക്സ് പിന്നെ ഒരു എക്സും കൂടി. ഓക്കെ, അതേപോലെ GH എന്ന് പറയുന്നത് ഈ RH പ്ലസ് GR ആണ്. RH എന്ന് പറഞ്ഞാൽ എന്താണ്? EF തന്നെയാണ് അല്ലേ. അപ്പോൾ EF നമ്മൾ ഓൾറെഡി കണ്ടത് AB പ്ലസ് എക്സ് ആണ് അല്ലേ. അപ്പോൾ AB പ്ലസ് എക്സ് പ്ലസ് പിന്നെ GR എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ, കാരണം എല്ലാം എക്സ് ആണ് നമ്മൾ കണ്ടു അല്ലേ. ഇനി IJ എന്ന് പറയുന്നത് എന്താണ്? SJ പ്ലസ് IS ആണ്. SJ എന്ന് പറയുന്നത് ഈ GH തന്നെയാണ്, കാരണം റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. GH എത്ര നമ്മൾ കണ്ടല്ലോ. അപ്പോൾ എന്ത് വരും? AB പ്ലസ് എക്സ് പ്ലസ് എക്സ് അല്ലേ. അതായത് ആദ്യത്തേത് AB, പിന്നെ AB പ്ലസ് എക്സ്, പിന്നെ എന്താ AB പ്ലസ് എക്സ് 2x അല്ലേ. അപ്പോൾ AB പ്ലസ് 2x. അടുത്തത് AB പ്ലസ് എക്സ് എന്താ? 3x. അപ്പോൾ അടുത്തത് AB പ്ലസ് എക്സ് എന്ന് 4x അല്ലേ. അപ്പോൾ എല്ലാത്തിലും എന്താണ്? ആദ്യത്തെ ടേം AB ആണ്, അതിൻ്റെ കൂടെ എക്സ് ആഡ് ചെയ്തു. അടുത്ത ടേമിൽ ഒരു എക്സ് കൂടി ആഡ് ചെയ്തു, അടുത്ത ടേമിൽ ഒരു എക്സ് കൂടി. അങ്ങനെ എന്തായി? എല്ലാ സെയിം നമ്പറാണ് ആഡ് ചെയ്ത് പോകുന്നത്. എക്സ് ആണ് ഇങ്ങനെ ഓരോ ടേമിലും ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്ത് പറയാം? അപ്പോൾ ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം അല്ലേ.